നിങ്ങളുടെ പഞ്ചായത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് വീടില്ലെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങൾക്കറിയാമല്ലേ? പൈസ സർക്കാർ തന്നാൽ പോലെ. പിന്നെ എന്തിനാ EMS ഭവന പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിയും ഒക്കെ ആവിഷ്കരിക്കുന്നത്? തികച്ചും അതായത് ഒരു അടിസ്ഥാന തത്വം ഇതാണ്. എൻ്റെ അടുത്ത് വരെ അധികാരം വികേന്ദ്രീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. എൻ്റെ അധികാരം മറ്റാർക്കും നൽകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേൽ കടന്നു കയറുന്നു എന്ന് പറഞ്ഞ് സമരം നടത്തുകയും കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ഈ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന 29 അധികാരങ്ങൾ വിനിയോഗിക്കാൻ ആ പിരിക്കുന്ന ഫണ്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അവർ അഭിമാനിക്കുന്ന 30%, 1/3 ഫണ്ട് പഞ്ചായത്തുകൾക്ക് നൽകുന്നുണ്ട് എന്നാണ്. ശരിയാണ്, അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളെല്ലാം വിനിയോഗിക്കാൻ കഴിയണ്ടേ? അത് ആർക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് ഒന്ന് വായിക്കാൻ പറ്റുന്നത്? ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് അഥവാ പഞ്ചായത്ത് രാജ്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിൻ്റെയും ഗ്രാമസ്വരാജിലൂടെ പൂർണ്ണസ്വരാജ് എന്ന ദർശനത്തിൻ്റെയും പ്രായോഗികമായ നടപ്പാക്കലാണ് പഞ്ചായത്ത് രാജ്. സ്വരാജ് സങ്കല്പം കേവലം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നിടത്ത് അവസാനിക്കാതെ ഓരോ ഇന്ത്യൻ ഗ്രാമവും സ്വാശ്രയമായി തീരുക എന്നതാണ് അന്തിമ ലക്ഷ്യമെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ് ഇത്തരമൊരു സംരംഭത്തിൻ്റെ പ്രചോദനം. ആരംഭം. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ബൽവന്ത് റായ് കമ്മിറ്റി മേത്ത സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് പദ്ധതി ആവിഷ്കരിച്ചു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൌരിൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആരംഭമായി. 1960 ജനുവരി 18 എറണാകുളത്ത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് നെഹ്റുവാണ്. 73ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിലാകമാനം നിലവിൽ വന്നത്. അധികാര വികേന്ദ്രീകരണത്തിന് മാർഗരേഖയായി മാറിയ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ വികസന സമിതി 1958 അംഗീകരിച്ചതോടെ ആദ്യം രാജസ്ഥാനിലും തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും നവീനമായ ഗ്രാമഭരണ സമിതികൾ ഉദയം ചെയ്തു തുടങ്ങി. 73ാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ 1993 ഏപ്രിലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തമായി. ഇന്ത്യയിലെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത കൈവന്നു. 73ാമത് ഭരണഘടനാ ഭേദഗതി വിശദമായി. 1992 ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലെയും ഗ്രാമങ്ങളിലെയും വാർഡുകളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ സമ്മേളനമായ ഗ്രാമസഭകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതുവഴി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. ഇവിടങ്ങളിൽ 5 വർഷത്തിലൊരിക്കൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുക എന്നത് നിർബന്ധമാക്കി. വനിതകൾക്കും പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്കും സംവരണം ഉറപ്പാക്കി. അധികാരം ജനങ്ങളിലെത്തുക, സാധാരണക്കാരിലെത്തുക എന്നത് ഇന്ത്യയെപ്പോലെ അധികം വൈരുദ്ധ്യങ്ങളും ജനസംഖ്യയുമുള്ള ഒരു രാജ്യത്ത് ദുഷ്കരമായ കാര്യമാണെങ്കിലും നാം ഇത് നേടിയിരിക്കുകയാണ്. കേരളവും കർണാടകവും സംസ്ഥാന ബജറ്റിന്റെ യഥാക്രമം 40%, 34% വീതം പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിനായി നീക്കിവെക്കുന്നുണ്ട്. വികേന്ദ്രീകരണത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എന്ന തത്വം പ്രയോഗവൽക്കരിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രഥമ ലക്ഷ്യം. അതിലൂടെ സമഗ്രമായ വികസനം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പൂർണ്ണമാവുക. ഓരോ പ്രദേശത്തിൻ്റെയും വികസന രീതി അവിടെയുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനും താൽപ്പര്യത്തിനും അനുകൂലമായി വിന്യസിക്കാൻ ഈ ഭരണരീതിയാണ് ഏറ്റവും അനുയോജ്യമായത്. പ്രാഥമിക ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, ശുചിത്വം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പരിഗണനയിലുള്ളത്. കേരള പഞ്ചായത്ത് ആക്ട് 1960 സാമൂഹിക വികസന രംഗത്ത് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ആസൂത്രിത വികസനം ഗ്രാമതലത്തിൽ രൂപപ്പെടുത്തുന്നതിനും അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കുന്നതിനും സഹായകമാകും വിധം സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും EMS നമ്പൂതിരിപ്പാട് അധ്യക്ഷനായുള്ള ഭരണപരിഷ്കാര കമ്മിറ്റിയുടെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഐക്യ കേരളത്തിനാകമാനം ബാധകമാകും വിധം 1960 കേരള പഞ്ചായത്ത് ആക്ട് നിർമ്മിക്കുകയും 1/1/1962 നിലവിൽ വരികയും ചെയ്തു. ഈ നിയമപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 922 ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു. ഈ പഞ്ചായത്തുകളിൽ 1/1/1964 മുതൽ പ്രാബല്യത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ അധികാരമേൽക്കുകയും ചെയ്തു. ഈ നിയമം പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ഒട്ടേറെ അധികാരാവകാശങ്ങൾ നൽകുകയും ഗ്രാമഭരണത്തിന് ശോഭനമായ ഒരു അടിത്തറ പ്രദാനം ചെയ്യുകയും ചെയ്തു. കാലാന്തരത്തിൽ ചില പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളായി മാറപ്പെടുകയും കുറെ വലിയ പഞ്ചായത്തുകളെ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ചെയ്തു. 23/4/1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുമ്പോൾ സംസ്ഥാനത്ത് 991 ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവയുടെ എണ്ണം 941. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994
ആസൂത്രിത ഗ്രാമവികസനത്തിനും തദ്ദേശ ഭരണകാര്യങ്ങളിൽ വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം. ഈ നിയമത്തിന് 1995 ചില ഭേദഗതികൾ വരുത്തുകയുണ്ടായി. അനന്തരം 1999 അധികാര വികേന്ദ്രീകരണ സെൻ കമ്മിറ്റിയുടെയും 1-ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആകെയുള്ള 285 വകുപ്പുകളിൽ 105ഓളം വകുപ്പുകളിൽ സമഗ്രമായ ഭേദഗതികളും വരുത്തുകയുണ്ടായി. സർക്കാരിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിന്മേലുണ്ടായിരുന്ന ഒട്ടുമിക്ക നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചു എന്നതാണ് ഈ ഭേദഗതി നിയമത്തിന്റെ പ്രത്യേകത. 2000 പഞ്ചായത്ത് രാജ് നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് സർക്കാരിൽ നിക്ഷിപ്തമായിരുന്ന വാർഡ് വിഭജനം, സംവരണ നിർണയം തുടങ്ങിയ അധികാരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയുണ്ടായി. കൂടാതെ 35 അനുബന്ധ നിയമങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കി. നടപ്പാക്കൽ ശക്തിപ്പെടുത്തുന്നു. ഗ്രാമസഭകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ നയപരിപാടികളിൽ ഗ്രാമസഭകളുടെ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗ്രാമസഭകൾ ഊർജിതമാക്കാൻ പ്രത്യേക പരിപാടികളും പദ്ധതികളും നടപ്പാക്കണം. ഭരണകൂടത്തിന്റെ വക്താവ് ആയിരിക്കരുത് ഗ്രാമസഭകളുടെ തലവൻ. ജനങ്ങളുടെ ശബ്ദം ഭരണകർത്താക്കൾക്ക് മുന്നിലെത്തിക്കുന്ന വ്യക്തിയായിരിക്കണം സഭയുടെ തലവൻ. ഗ്രാമസഭാ അധികാരികളുടെ ചുമതലകളും കർമ്മങ്ങളും വ്യക്തമായി നിർവചിച്ച് അവരെ അറിയിക്കണമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. ഗ്രാമസഭാ സെക്രട്ടേറിയറ്റുകളുടെ പ്രവർത്തന രീതിയും വ്യക്തമാക്കി കൊടുക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രാദേശികമായ സമ്മർദ്ദങ്ങൾക്ക് അതീതമായിരിക്കണം ഇവയുടെ പ്രവർത്തനം. ഗ്രാമീണ വികസന പദ്ധതികളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഗ്രാമസഭകളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. കാർഷിക, മാനുഷിക, സാമൂഹിക മേഖലകളിൽ ഗ്രാമസഭകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായി ആചരിച്ചു വരുന്നു. സ്വാതന്ത്ര്യ സമര പോരാളിയും ഗുജറാത്ത് സംസ്ഥാനത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയുമായ ബൽവന്ത് റായ് മെഹ്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19. പഞ്ചായത്ത് രാജിന് അദ്ദേഹം നൽകിയ സംഭാവന കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത്. ഭരണഘടനയുടെ 73-74 അമെന്റ്മെന്റുകളിലൂടെ അനുച്ഛേദം 243 എ മുതൽ ഒ വരെയുള്ള വകുപ്പുകളിൽ ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ എ വകുപ്പിൽ ഗ്രാമസഭയുടെ അധികാരത്തെപ്പറ്റി പറയുന്നു. ഭരണഘടനയുടെ 11ാമത്തെ പട്ടികയിൽ കൃഷിയും വീട് നിർമ്മാണവും മുതൽ വിദ്യാഭ്യാസവും സാമൂഹിക ക്ഷേമവും എല്ലാം ഉൾപ്പെടുത്തി 29 അധികാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1. കൃഷിയും കൃഷി വികസനവും. 2. ഭൂമി ശുദ്ധീകരണം, ഭൂമി ഇടപാടുകൾ, ഭൂമിയുടെ ഏകീകരണം, മണ്ണ് സംരക്ഷണം. 3. ചെറിയ ജലസേചനം, ജലസംരക്ഷണം, ജലാശയ വികസനം. 4. കന്നുകാലി സംരക്ഷണം, പാലുൽപാദനം, കോഴി വളർത്തൽ. 5. മീൻപിടുത്തം അഥവാ മത്സ്യബന്ധനം. 6. സാമൂഹ്യ വനം, കൃഷിയോടനുബന്ധമായ വനം, ഫാം ഫോറസ്ട്രി. 7. ചെറുവനം ഉൽപ്പന്നങ്ങൾ. 8. ചെറിയ തോതിലുള്ള വ്യവസായങ്ങൾ, ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ. 9. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, കൂട്ടുവ്യവസായങ്ങൾ. 10. ഗ്രാമീണ വാസസ്ഥലം നിർമ്മാണം. 11. കുടിവെള്ള വിതരണം. 12. ഇന്ധനവും മൃഗങ്ങളുടെ പരിപാലനവും, ഫ്യൂൽ ആൻഡ് ഫോഡർ. 13. റോഡുകൾ, കലുങ്കുകൾ, പാലങ്ങൾ, കടത്തുകൾ, ജലമാർഗങ്ങൾ, മറ്റ് ഗതാഗത മാർഗങ്ങൾ. 14. ഗ്രാമീണ വൈദ്യുതീകരണം, വൈദ്യുത വിതരണം. 15. പരമ്പരാഗതമല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. 16. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. 17. വിദ്യാഭ്യാസം, പ്രാഥമിക മുതൽ ഉപരിതല വിദ്യാഭ്യാസം വരെ. 18. സാങ്കേതിക പരിശീലനം, തൊഴിൽ പരിശീലനം. 19. മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം. 20. ഗ്രന്ഥശാലകൾ. 21. സാംസ്കാരിക പ്രവർത്തനങ്ങൾ. 22. മാർക്കറ്റുകളും ഉത്സവങ്ങളും, വിപണികൾ. 23. ആരോഗ്യം, ശുചിത്വം, ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. 24. കുടുംബക്ഷേമം. 25. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വികസനം. 26. സാമൂഹ്യക്ഷേമം, ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമം, മാനസിക വൈകല്യമുള്ളവരും ഉൾപ്പെടെ. 27. സാമൂഹികമായി പിന്നാക്കമായവരുടെ ക്ഷേമം, പ്രത്യേകിച്ച് പട്ടികജാതിയുടെയും പട്ടികവർഗങ്ങളുടെയും. 28. പൊതുവിതരണ സംവിധാനം. 29. സാമൂഹിക ആസ്തികളുടെ പരിപാലനം. ആ 29 കാര്യങ്ങൾ പഞ്ചായത്തുകൾക്ക് വിനിയോഗിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഭരണഘടനയെ പറഞ്ഞാൽ മാത്രമല്ല ചെയ്യുന്നത്. പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമുണ്ടാകുന്ന ഒരു വിഷയം, ഇപ്പോൾ ഉണ്ടായ ഒരു വിഷയം ഉണ്ടായെന്ന് വെച്ചു, അതിൻ്റെ അകത്ത് അപ്പം തീരുമാനമെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്കൊരു മരം വീഴാൻ പോവുക, അവിടെ പോയിട്ട് ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണ്ട, അത് മുറിക്കാനുള്ള അധികാരം ആ പഞ്ചായത്ത് പ്രസിഡന്റിൽ ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയും, അന്തർലീനമായ ഒരു അധികാരമുണ്ട് പഞ്ചായത്തുകൾക്ക്, ആ തീരുമാനമെടുക്കാം. പിന്നെ അതിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ അയാളത് ബോധ്യപ്പെടുത്തിയാൽ മതി. കോടതിയിലൊരു കേസ് വരിക, കോടതി കേസ് വന്നു കഴിഞ്ഞാൽ അയാൾ ബോധ്യപ്പെടുത്തിയാൽ മതി ഇന്ന കാര്യത്തിൽ നമ്മളത് ആ അധികാരം വിനിയോഗിച്ചു എന്നുള്ള കാര്യം.